ഹായ്, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഡിറ്റർമിനേഷൻ ഓഫ് ആനുവൽ വാല്യൂ ആണ്. അപ്പോൾ ആനുവൽ വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി, വാടകയ്ക്ക് കൊടുത്തേക്കുന്നതിൻ്റെ ആനുവൽ വാല്യൂ. ലെറ്റ് ഔട്ട് ഫോർ ഫുൾ ഇയർ ആണ് നമ്മൾ പറയണത്. അതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. കമ്പയർ MRV വിത്ത് FRV, അതായത് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവും ഫെയർ റെൻ്റൽ വാല്യൂവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് ഹയർ എടുക്കുക. ഹയർ whichever is ഹയർ എടുക്കുക. ദെൻ ആ ഹയർ വാല്യൂവും സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂവും, അതാണ് SRV, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂവും കൂടി കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് ലോവർ എടുക്കുക. ആ ലോവറിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. ആ ലോവറാണ് ERV, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ദെൻ കമ്പയർ ERV വിത്ത് ആക്ച്വൽ റെൻറ്റ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ERVയും ആക്ച്വൽ റെൻറ്റും കൂടി കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് ഹയർ എടുക്കുക. അതാണ് നമ്മളുടെ ആനുവൽ വാല്യൂ. ആദ്യം നമ്മൾ പറഞ്ഞത് ലെറ്റ് ഔട്ട് ഫോർ ഫുൾ ഇയർ ആണ്. ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഫോർ ഫുൾ ഇയർ ആണ്. അടുത്തത് HP എന്ന് പറഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ആൻഡ് ദർ ഇസ് എ വേക്കൻസി. ഫുൾ ഇയറിലില്ല, അവിടെ ഇടയ്ക്ക് വേക്കൻ്റായി കിടന്നു. അത് രണ്ട് രീതിയിലാണ്. ഹൗസ് പ്രോപ്പർട്ടി വാസ് വേക്കൻറ്റ് ഫോർ ഫുൾ ഇയർ, ഒരു വർഷം മുഴുവനും അത് വേക്കൻ്റായി കിടന്നെങ്കിൽ ആനുവൽ റെൻ്റൽ വാല്യൂ നില്ലാണ്. ഇനി ഹൗസ് പ്രോപ്പർട്ടി വാസ് വേക്കൻറ്റ് ഫോർ പാർട്ട് ഓഫ് എ ഇയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം അവിടെ ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ദിവസം ഫ്രീ ആയിട്ട് കിടന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്റ്റെപ്സ് നോക്കാം. ഇവിടെയും കമ്പയർ MRV വിത്ത് FRV. MRV എന്ന് പറഞ്ഞാൽ എന്താ, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂയും ഫെയർ റെൻ്റൽ വാല്യൂയും കൂടി കമ്പയർ ചെയ്യുക. നേരത്തെ പോലെ തന്നെ whichever is ഹയർ എടുക്കുക. എന്നിട്ട് ആ ഹയർ എമൗണ്ടും സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂവും കൂടി കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ലോവർ എടുക്കുക. ആ ലോവറാണ് എന്ത്, നമ്മുടെ ERV എന്ന് പറയുന്നത്, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ഇനി എന്ത് ചെയ്യണം, കമ്പയർ ERV വിത്ത് ആനുവൽ റെൻറ്റ്. ERVയും ആനുവൽ റെൻറ്റും കൂടി കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, whichever is ഹയർ, അതിനകത്ത് ഹയർ എടുക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും, ആനുവൽ റെൻ്റൽ വാല്യൂ കിട്ടും. ഫ്രം ആനുവൽ റെൻ്റൽ വാല്യൂ, ആ കിട്ടുന്ന ആനുവൽ റെൻ്റൽ വാല്യൂവിനോട് ഡിഡക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആക്ച്വൽ റെൻറ്റ്, ആ സമയത്ത് ആക്ച്വൽ റെൻറ്റ്, എന്താണ് പീരീഡ് ഓഫ് വേക്കൻസിയിലെ ആക്ച്വൽ റെൻ്റ് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ARV ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽ. ARV എന്താണ്, ആനുവൽ റെൻ്റൽ വാല്യൂ. അപ്പോൾ നമുക്ക് MRV 50,000 തന്നിട്ടുണ്ട്, FRV 60,000 തന്നിട്ടുണ്ട്, ആക്ച്വൽ റെൻറ്റ് 8,000 പെർ മന്ത് തന്നിട്ടുണ്ട്, SRV 70,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഒന്ന്, ഹൗസ് വാസ് വേക്കൻറ്റ് ഫോർ ഫുൾ ഇയറും ഹൗസ് വേക്കൻ്റ് ആയിട്ട് കിടന്നു. രണ്ടാമത്തെ കേസ് ഹൗസ് വാസ് വേക്കൻറ്റ് ഫോർ 3 months. അപ്പോൾ വേക്കൻ്റ് ആയിട്ട് കിടന്ന ആദ്യത്തെ കേസിൽ ആനുവൽ റെൻ്റൽ വാല്യൂ നില്ലാണ്. കാരണം എന്താണ്, ഹൗസ് വാസ് വേക്കൻറ്റ് ഫോർ ഫുൾ ഇയറും വേക്കൻ്റ് ആയിരുന്നു. അടുത്ത കേസിൽ നമ്മുടെ കമ്പാരിസൺ വരും. ആദ്യം എന്ത് കമ്പയർ ചെയ്യണം, സ്റ്റെപ്പ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. MRVയും FRVയും കൂടി കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് ഹയസ്റ്റ് എടുക്കണം. അപ്പോൾ MRV 50,000 ആണ്, FRV 60,000 ആണ്. ഹയസ്റ്റ് ഏതാണ്, 60,000. എന്നിട്ട് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ, അതും സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂയും കൂടി കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് ലോവർ എടുക്കണം. അപ്പോൾ 60,000 70,000 കൂടി കമ്പയർ ചെയ്തിട്ട് അതിനകത്തൊരു ലോവർ ഏതാണ്, 60,000. ഇനി അതും ആക്ച്വൽ റെൻ്റ് റിസീവബിളും കൂടി കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെൻ്റ് എത്ര, 8,000 പെർ മന്താണ്. അപ്പോൾ ടോട്ടൽ 96,000. അപ്പോൾ അതിനകത്ത് ഹയറാണ് എടുക്കേണ്ടത്. അതിനകത്ത് ഹയർ എത്രയാണ്, 96,000. അതാണ് ആനുവൽ റെൻ്റൽ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ആനുവൽ റെൻ്റൽ വാല്യൂന്ന് എന്ത് കുറയ്ക്കണം, ലോസ് ഡ്യൂ ടു 3 months വേക്കൻസി. 3 മാസം ഹൗസ് വേക്കൻ്റായി കിടന്നിരുന്നു. അപ്പോൾ 8,000 × 12 നമ്മൾ ചെയ്ത് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ആ വേക്കൻ്റ് ആയതിൻ്റെ റെൻറ്റ് കുറയ്ക്കണം. അപ്പോൾ 8,000 × 3 കുറയ്ക്കണം, 24,000 കുറയ്ക്കുമ്പോൾ ആനുവൽ റെൻ്റൽ വാല്യൂ എത്ര കിട്ടും, 72,000. നെക്സ്റ്റ് അടുത്ത മെത്തേഡും അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഫോർ ഫുൾ ഇയർ, മൊത്തം ഇയറിലേക്ക് നമ്മൾ വാടകയ്ക്ക് കൊടുത്തേക്കാണ്. ആൻഡ് ദർ ഈസ് അൺറിയലൈസ്ഡ് റെൻറ്റ്. അവിടെ എന്താണ്, അൺറിയലൈസ്ഡ് റെൻറ്റ്. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യണത് എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MRV വിത്ത് FRV, whichever is ഹയർ. എന്നിട്ട് ആ ഹയറും SRVയും കൂടി, അതായത് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ കൂടി കമ്പയർ ചെയ്യുക. അതിനകത്ത് ലോവർ, അതാണ് നമ്മളുടെ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ആയിട്ട് എടുക്കണേ. അതിൻ്റെ ഒപ്പം ആക്ച്വൽ റെൻ്റ് റിസീവ്ഡ് ഫോർ ഫുൾ ഇയർ, അതിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് കുറച്ചിട്ടുള്ളതാണ് ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ്. അതിനകത്ത് whichever is ഹയർ എടുക്കുക, അതായിരിക്കും ആനുവൽ റെൻ്റൽ വാല്യൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ആനുവൽ റെൻ്റൽ വാല്യൂ ഫ്രം ദ ഫോളോയിങ്. MRV തന്നിട്ടുണ്ട്, FRV തന്നിട്ടുണ്ട്, ആക്ച്വൽ റെൻറ്റ് പെർ മന്ത് തന്നിട്ടുണ്ട്, ആൻഡ് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട് 70,000.
ഡ്യൂറിങ് ദ ഇയർ അസസി കുഡ് നോട്ട് റിയലൈസ് റെൻറ്റ് 3. അപ്പോൾ അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ട് അവിടെ, അതായത് കിട്ടാത്ത റെൻറ്റ് എത്ര, 3 മാസത്തെ റെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തേക്കണം നോക്കിയേ, MRVയും FRVയും കമ്പയർ ചെയ്യും, വിച്ച് എവർ ഈസ് ഹയർ. മറന്നു പോകരുത്, MRVയും FRVയും കമ്പയർ ചെയ്യും, വിച്ച് എവർ ഈസ് ഹയർ. 60,000, കാരണം 50 60 അപ്പോൾ 60,000 ഹയർ. ഇനി അതിനെ SRV കൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഈസ് ലോവർ വേണം എടുക്കാൻ. അപ്പോൾ ഇവിടെ ലോവർ ഏതാണ്, 60,000, അതാണ് ERV, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ഇനി ആക്ച്വൽ റെൻ്റ് റിസീവ്ഡ് എത്രയാണ്, 96,000 ആണോ. അതിൽ 3 മാസത്തെ അൺറിയലൈസ്ഡ് റെൻ്റാണ്, റെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ 8,000 × 3 24,000. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 72,000 കിട്ടും ആക്ച്വൽ റെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, വിച്ച് എവർ ഈസ് ഹയർ, ആക്ച്വൽ റെൻറ്റും ഈ ERVയും കൂടി നോക്കിയിട്ട് അതിനകത്ത് ഹയർ ആണ് ആനുവൽ റെൻ്റൽ വാല്യൂ. അപ്പോൾ അത് 60,000 72,000 നോക്കുമ്പോൾ അതിനകത്ത് ഹയർ ഏതാണ്, 72,000. അതാണ് ആനുവൽ റെൻ്റൽ വാല്യൂ. അടുത്ത കേസ് നോക്കിയേ, ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ആൻഡ് ദർ ഈസ് ബോത്ത് വേക്കൻസി ആൻഡ് അൺറിയലൈസ്ഡ് റെൻറ്റ്. ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തു, പക്ഷേ അവിടെ കുറച്ച് നാളത് വേക്കൻ്റ് ആയിട്ടും കിടന്നു, പിന്നെ അൺറിയലൈസ്ഡ് റെൻറ്റും ഉണ്ട്. ആദ്യത്തെ കേസിൽ ഫുൾ ഇയറിൽ ലെറ്റ് ഔട്ട് ചെയ്തു, പക്ഷേ കുറച്ച് അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കുറച്ചാൾ വേക്കൻറ്റും ആയിട്ട് കിടന്നു, കുറച്ച് അൺറിയലൈസ്ഡ് റെൻറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സ്റ്റെപ്പ്, ഇതുപോലെ തന്നെ MRVയും FRVയും കൂടി കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ഹയർ. ഇനി അതിനെ SRV കൊണ്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് ലോവർ എടുക്കുക, വിച്ച് എവർ ഈസ് ലോവർ. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ERV കിട്ടും. ഇനി ഈ ERVനെയും ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡും കൂടി കമ്പയർ ചെയ്യുക. ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് എന്താ, ടോട്ടൽ റെൻറ്റ്, ഒരു വർഷത്തെ മൊത്തം റെൻറ്റിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് കുറയ്ക്കുക, എന്നിട്ട് അതിനെയാണ് ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ERVയും ആക്ച്വൽ റെൻറ്റും കൂടി കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് ഹയർ വാല്യൂ ആണ് നമ്മൾ ആനുവൽ റെൻ്റൽ വാല്യൂ എന്ന് എടുക്കുന്നത്. ഇനി ഈ ആനുവൽ റെൻ്റൽ വാല്യൂവിൽ നിന്ന് നമ്മൾ വേക്കൻ്റ് ആയിട്ട് കിടന്ന ആ ഡേറ്റ്, ആ പ്രൊപ്പോർഷൻ എന്ത് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒറിജിനൽ വാല്യൂ കിട്ടും. അപ്പോൾ പ്രോബ്ലം നോക്കി, പ്രോബ്ലം സെയിം തന്നെയാണ്. കാൽക്കുലേറ്റ് ARV ഫ്രം ദ ഫോളോയിങ്. MRV 50,000, FRV 60,000, ആക്ച്വൽ റെൻറ്റ് 8,000 പെർ മന്ത്, SRV 70,000. ഡ്യൂറിങ് ദ ഇയർ ദ അസസി കുഡ് നോട്ട് റിയലൈസ് റെൻറ്റ് 3 months, 3 മാസത്തെ റെൻറ്റ് കിട്ടിയില്ല. ആൻഡ് ഹൗസ് റിമെയിൻഡ് വേക്കൻറ്റ് ഫോർ 3 months, 3 മാസം ഹൗസ് വേക്കൻ്റ് ആയും കിടന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ആനുവൽ റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നോക്കുക, അത് നമ്മൾ എന്തൊക്കെ കമ്പയർ ചെയ്യും, MRVയും FRVയും, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവും അതുപോലെ ഫെയർ റെൻ്റൽ വാല്യൂവും കൂടി കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ 50ഉം 60ഉം ആണ്, അതിനകത്ത് ഹയർ ഏതാണ്, 60. ദെൻ SRV, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഈസ് ലോവർ ആണ്. അപ്പോൾ 60 70ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ ലോവർ ഏതാണ്, 60. ഇനി അതും ആക്ച്വൽ റെൻറ്റും കൂടിയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോണേ, എന്നിട്ട് വിച്ച് എവർ ഈസ് ഹയർ ആണ് എടുക്കണേ. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് എത്രയാണ്, 8,000 × 12 96,000 ആണ്. പക്ഷേ 3 പീരീഡിലെ റെൻറ്റ് കിട്ടിയിട്ടില്ല, അൺറിയലൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 96,000 മൈനസ് 24,000, അപ്പോൾ എത്രയേ ഉള്ളൂ, 72,000. എന്നിട്ട് അതിൽ രണ്ടിലും കമ്പയർ ചെയ്തിട്ട് ഹയസ്റ്റ് ഏതാണ്, 72,000. അതാണ് ആനുവൽ റെൻ്റൽ വാല്യൂ. എന്നിട്ട് ഇതിന് എന്ത് കുറയ്ക്കണം, 3 മാസം വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ 3 മാസത്തെ പൈസയും കൂടി കുറയ്ക്കണം. 8,000 × 3, അതായത് ആ റെൻറ്റ് 8,000 × 3 24,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 48,000 കിട്ടും. ഇതാണ് ആനുവൽ റെൻ്റൽ വാല്യൂ.